അവൽ ഫജ്രി വലയാലിൻ നശ്ർ. അല്ലാഹ് പറയാണ് വൽ ഫജ്രി, ഫജ്റിനെ തന്നെയാണ് സത്യം. എന്നിട്ടോ വലയാലിൻ നശ്ർ, വലയാലിൻ നശ്ർ, അവസാനത്തെ 10 തന്നെയാണ്, 10 രാത്രികളെ തന്നെയാണ് സത്യം. അല്ലാഹ് പറയാണ് 10 രാത്രികളെ തന്നെയാണ് സത്യം. മൈക്കില്ലാണ്ട് പറയുന്നതായിരിക്കും നല്ലത്, ഇതെപ്പോൾ പോവാന്ന് പറയാൻ കഴിയില്ല. 10 രാത്രികളെയാണ് നല്ല സത്യം ചെയ്തിട്ട് അല്ലാഹു തആല അതിന് മഹാന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ പറയാണ്. മഹാന്മാർ പറഞ്ഞ ചില നിബന്ധനകൾ, ആ നിബന്ധനകൾ പറയുന്നിടത്ത് പറയാൻ വലയാലിൻ നശ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഹിജ്ജയിലെ 10 രാവുകളാണ് അവസാനത്തെ 10 രാവുകൾ. അല്ല, ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് കാണാം ദുൽഹിജ്ജയിലല്ല, മറിച്ച് റമദാന്റെ അവസാനത്തെ 10 രാവുകളാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഏതായാലും പ്രബലമായ അഭിപ്രായം റമദാന്റെ അവസാനത്തെ 10 എന്നാണ്. അള്ളാഹു എന്തിനാലും ഈ അവസാനത്തെ 10 അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാകാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. സൂറത്ത് ദുഹാനിൽ കാണാം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത് മുബാറകത്തായ രാത്രിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് കാണാം. ഹബീബായ തങ്ങളുടെ ഉമ്മത്തിന് മാത്രം കിട്ടിയ പ്രത്യേകതയാണ് ലൈലത്തുൽ ഖദർ. അത് പറയുന്നത് അല്ലാഹു തആല പറയുന്നത് പ്രവാചകരെ യാ സയ്യിദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങയുടെ ഉമ്മത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഈ ലൈലത്തുൽ ഖദർ. വേറൊരു പ്രവാചകന്മാർക്കുമില്ല, വേറൊരു ഉമ്മത്തിനും ഈ ഒരു പ്രത്യേകതയില്ല. ഈ ഒരു പ്രത്യേകത അവിടുത്തെ ഉമ്മത്തിന് മാത്രമുള്ള പ്രത്യേകതയാണെന്ന് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. എന്നിട്ടോ റമദാൻ അവസാനത്തിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് പറഞ്ഞ ആയിഷ ബീവി പറയുന്നത് കാണാം മഹയൽ ലൈലി, ഹബീബായ തങ്ങള് ആ രാത്രി ഹയാത്താക്കുമായിരുന്നു. രാത്രി നമുക്ക് വേണ്ടി ഹയാത്താവില്ല, നമ്മൾ രാത്രി ഹയാത്താക്കലാണ് പ്രധാനം. അത് തന്നെയാണ് തങ്ങൾ ചെയ്തത്. അഹ്യൽ ലൈലി, രാത്രി അവിടുന്ന് ഹയാത്താക്കുമായിരുന്നു. ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവിടുന്ന് ഹയാത്താക്കൽ മാത്രമല്ല അവിടുന്ന് എന്ത് ചെയ്യും, വീട്ടുകാരെ വിളിച്ചുണർത്തും, ഉറങ്ങാൻ വിടില്ല. അവസാനത്തെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്ത് എടുക്കുക മാത്രമല്ല തന്റെ വീട്ടുകാരെ അഹ്ലുകാരെ വിളിച്ചുണർത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. അതിന്റെ പ്രവർത്തനം, അതിന്റെ പവർ, അതിന്റെ പോരിശ, അതിന്റെ പ്രത്യേകത മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹബീബായ തങ്ങൾ അങ്ങനെ ചെയ്തത്. അവിടുത്തെ അരക്കെട്ട് ഉറപ്പിക്കുമായിരുന്നു, ഒന്നുകൂടി ഉറപ്പിക്കുമായിരുന്നു. അല്ലെ, ആ രാവുകളിൽ ഏറ്റവും പ്രബലമായത് 20ാം രാവ് എന്ന് പറയപ്പെടുന്നു. അതിലേക്ക് ഞാൻ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവ് 27ാം രാവ്. എന്താ അങ്ങനെ പറയാൻ ചില കാരണങ്ങളുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് കാണാം ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 9 അക്ഷരം ഉണ്ടാവും. ലൈലത്തുൽ ഖദർ അതിൽ 9 അക്ഷരം. മാത്രമല്ല ലൈലത്തുൽ ഖദർ എന്നുള്ള പദം അല്ലാഹു തആല 3 തവണയാണ് ആ സൂറത്തിൽ പറഞ്ഞത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 3 വട്ടം അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞു. അപ്പോൾ 3 × 9 എത്രയാണ്? 27. അതാണ് ഒരു കാരണം എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. പിന്നെ മറ്റു കാരണം ആയത്തിന്റെ 30 ആയത്തുണ്ട് ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന സൂറത്തിൽ 30 ആയത്തുകളാണ് അല്ലാഹു അടക്കി വെച്ചിട്ടുള്ളത്. ഓക്കേ, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന സൂറത്തിൽ അല്ലാഹു 30 ആയത്തുകളാണ് ഉള്ളത്. ഇതിൽ 27ാമത്തെ പദം സലാമുൻ ഹിയ, അത് രക്ഷ, അത് സമാധാനമാണ് എന്ന് പറയുന്ന ആയത്ത്, അത് 27ാമത്തെ ആയത്താണ്. അതുകൊണ്ടുമാണ് 27ാം രാവാണ് പണ്ഡിതന്മാർ ബഹുഭൂരിഭാഗവും പറയുന്നത്. എന്നുകരുതി 27ാം രാവ് മാത്രം പ്രതീക്ഷിച്ചിരിക്കലല്ല, എല്ലാ രാവിനെയും പരിഗണിക്കാൻ കഴിയണം. പക്ഷേ കണക്കുകൾ ഗണിച്ചുകൊണ്ട് പരമാവധി പണ്ഡിതന്മാർ ഏകോപിച്ചുകൊണ്ട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് 27ാം രാവിനാണ്. അതുകൊണ്ടല്ല എല്ലാ ദിക്റിന്റെ മജ്‌ലിസും, എല്ലാ സ്വലാത്തിന്റെ മജ്‌ലിസും, എല്ലാ ആത്മീയ സദസ്സുകളും 27ാം രാവിലെ സജീവമായിരിക്കും. വെറുതെ ചെയ്യില്ലല്ലോ, അതിൽ വ്യക്തമായ തെളിവുണ്ടായതുകൊണ്ടല്ല. പക്ഷേ എങ്കിലും ഉറപ്പിക്കാൻ കഴിയൂല. പണ്ഡിതന്മാരുടെ നിഗമനമാണ്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല, മറന്നുപോയി, അള്ളാഹ് മറപ്പിച്ചു കളഞ്ഞു. എന്താ അതിന് കാരണം? ഉബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല നിങ്ങൾ പറയുന്നത് കാണാം. ലൈലത്തുൽ ഖദ്ർ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ അറിയിച്ചു കൊടുത്തു. പക്ഷെ എന്താ, ആ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ഹബീബായ തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അവിടെ രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ എന്തോ ഒരു വിഷയത്തിൽ ഇങ്ങനെ തർക്കം. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കശവിഷയാണ്, പരസ്പരം പ്രശ്നമാണ്, രണ്ടുപേര് തമ്മിൽ പ്രശ്നം. ആ രണ്ടുപേര് ഹബീബായ തങ്ങൾ ഈ സന്തോഷം ലൈലത്തുൽ ഖദ്ർ അല്ലാഹു ഹബീബായ തങ്ങൾ അറിയിച്ചു കൊടുത്തു. ആ സന്തോഷ വാർത്ത അറിയിക്കാൻ സ്വഹാബത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോഴാണ്, പള്ളിയിലേക്ക് ഹബീബായ തങ്ങൾ കയറി പോകുമ്പോഴാണ് രണ്ട് ചെറുപ്പക്കാർ, മുസ്ലിങ്ങളായ വിശ്വാസികളായ രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ വല്ലാത്ത പ്രശ്നമാണ്. എന്തോ കാര്യത്തിന് വേണ്ടി പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലോകത്തിന്റെ നേതാവാണ് ഹബീബായ തങ്ങൾ, ആ സ്വഹാബത്തിന്റെ പ്രശ്നം തീർക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തർക്കം പരിഹരിച്ചതിന് ശേഷം തർക്കമൊക്കെ പരിഹരിച്ച് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മാറ്റി എന്തെങ്കിലും പ്രശ്നമൊക്കെ ചോദിച്ച് ആ പ്രശ്നത്തിന്റെ സമാധാനമൊക്കെ ആക്കി രണ്ടുപേരെയും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി ഹബീബായ തങ്ങൾ പിന്നെ വന്ന കാര്യം മറന്നുപോയി. അപ്പയാണ് തങ്ങൾ അവരോട് പറഞ്ഞത്, ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ പ്രശ്നം പരിഹരിക്കാനൊന്നുമല്ല, നിങ്ങൾ ഈ അടിപിടിയൊന്നും കണ്ടിട്ട് അത് മാറ്റലല്ല എൻ്റെ പണി, അതിനല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് ഞാൻ നിങ്ങളിലേക്ക് വന്നത് ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്റിനെ കുറിച്ചുള്ള വാർത്ത നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ അതിനെന്റെ തലയിൽ നിന്നും അല്ലാഹു ഉയർത്തി കളഞ്ഞു, എന്നിൽ നിന്നും അല്ലാഹു മായ്ച്ചു കളഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളല്ലേ പറഞ്ഞത്, ഞാനിവിടെ വന്നത് മക്കളെ ലൈലത്തുൽ ഖദ്ർ ഇന്ന രാവിലാണെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പിയല്ലേ അതിന് രണ്ടുപേര് പരസ്പരം കശപിശ കൂടുന്നത്, അടികൂടുന്നത്, പ്രശ്നം ഉണ്ടാകുന്നത്. ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷമല്ലേ തങ്ങൾ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനല്ല ഇവിടെ വന്നത്, ഞാൻ ലൈലത്തുൽ ഖദ്ർ ഇന്ന രാവിലാണെന്ന് പറയാനുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നത്. പക്ഷേ എന്നിൽ നിന്നും അല്ലാഹു അത് എടുത്തു കളഞ്ഞു, ഉയർത്തി കളഞ്ഞു, അത് മറപ്പിച്ചു കളഞ്ഞു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്കിയേ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മളൊക്കെ ആ ലാഭം പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കൂലേ? ലോകത്തുള്ള കോടാനുകൂടി വരുന്ന വിശ്വാസികൾക്കും അന്നത്തെ രാവ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പള്ളികൾ മുഴുവനും നിറഞ്ഞിട്ടുണ്ടാവും, വീടുകളിൽ വിളക്കിങ്ങനെ കത്തിക്കിടക്കുന്നുണ്ടാവും. കാരണം അത് 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള ഒരായുസിന്റെ 83 വയസ്സ് വരെ ജീവിക്കുന്ന അത്രയും വലിയ പവറുള്ള ആ ഒരു സംവിധാനം അമല് ഒരൊറ്റ രാത്രി കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലാഹു തരുകയാണ്. പിന്നെ ആരാണ് ആ ഓഫർ കളയുക? ആരാണ് റബ്ബ് തന്ന ഓഫർ വലിച്ചെറിയുക? അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങൾ അത് മറന്നുപോയി. സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളിലേക്ക് വന്നപ്പോൾ പ്രശ്നം പരിഹരിച്ചപ്പോ അല്ലാഹു തആല ഉയർത്തി കളഞ്ഞു ലൈലത്തുൽ ഖദ്ർ അല്ലേ? അതിന് ചില അടയാളങ്ങൾ ലൈലത്തുൽ ഖദ്ർ അങ്ങനെ ഉണ്ടായതെന്ന് മനസ്സിലാക്കാം. ലൈലത്തുൽ ഖദ്ർ അങ്ങനെ മനസ്സിലാക്കാം. ഇന്നത്തെ രാവിലെ 21-ാം രാവ് പോയി, അറിയില്ല അല്ലാഹു ലൈലത്തുൽ ഖദ്ർ വെച്ചിട്ടുണ്ടോ, അല്ലാഹു വിജയിച്ചവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ 23-ാം രാവ് കഴിഞ്ഞു അല്ലേ? മാരുമ തൊട്ട് മുമ്പ് ചെറുതായിട്ട് മഴ പെയ്തു, പിന്നെ മഴ പോയി, നല്ല തെളിഞ്ഞ കാലാവസ്ഥ. അപ്പൊ ഇന്നലത്തെ രാവ് അതും അറിയില്ല, അയാത്താക്കി ആ ഇബാദത്ത് കൊണ്ട് റബ്ബിലേക്ക് ധന്യമായവർ അവർ നേടി, ഉറങ്ങിയവർ അങ്ങനെ ഉറങ്ങി. ഇത്രയേ ഉള്ളൂ. ഇനി വരാൻ പോകുന്നത് 25, 26, 27, 29. ഇനി എന്താ ലൈലത്തുൽ ഖദ്ർ എങ്ങനെയാ മനസ്സിലാവാ? അതിന് അടയാളം എങ്ങനെയാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
ലൈലത്തുൽ ഖദ്ർ മനസ്സിലാക്കാൻ ചില അടയാളങ്ങളുണ്ട്. എന്താ? ലൈലത്തുൽ സബ്ഹത്തുൻ വലാ ഹാറ വലാ ഖാരിൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു പോയ രാവ് അതിന് മനസ്സിലാക്കേണ്ടത് വലാ ഹാറ വലാ ഖാരിൻ. അന്ന് ചൂടുണ്ടാകൂല, മാത്രമല്ല തണുപ്പുണ്ടാകൂല. രണ്ടിന്റെ ഇടയിലായിരിക്കും. രണ്ടിന്റെ ഇടയിൽ. കേൾക്കുന്നില്ലേ? വലാ ഹാറ വലാ ഖാരിൻ. ചൂടുമുണ്ടാവൂല, തണുപ്പുണ്ടാവൂല. നോർമലായ രീതിയിലായിരിക്കും ആ ദിവസം ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ അന്നത്തെ പ്രഭാതത്തിന്റെ സൂര്യന്റെ പ്രഭക്ക് എന്തുണ്ടാവും? ഒരു കുറവുണ്ടാകും. അന്ന് സൂര്യന്റെ പ്രകാശത്തിന് കുറവുണ്ടാകും, തീക്ഷ്ണത ഉണ്ടാവൂല, കുറവായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. സൂര്യന്റെ കിരണത്തിന് ശക്തിയില്ലാതെ പോകും. സാധാരണ നന്നാ സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിയുമ്പോൾ നല്ല ശക്തി ഉണ്ടാവും, വെയിലിന് ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ അന്നത്തെ രാവെന്താന്നറിയോ? ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവിലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലേ? അതിന്റെ സൂര്യന്റെ കിരണത്തിന് ശക്തിയില്ലാതെ കുറഞ്ഞു പോകുമെന്ന്. മാത്രമല്ല ചൂടുമില്ല, തണുപ്പുമില്ല. പോരാത്തതിന് സൂര്യന്റെ കിരണത്തിന് ശക്തിയുമില്ല, പ്രഭാവലയം കുറവായിരിക്കും. എന്താ അതിന് കാരണം? പണ്ഡിതന്മാര് പറയുന്നത് കാണാം, ഭൂമിയിലുള്ള കല്ലുകളെക്കാൾ മനുഷ്യന്മാരെക്കാളല്ല, ഭൂമിയിലുള്ള ചരൽക്കല്ലുകളെക്കാളും, ഭൂമിയിലുള്ള ചെറിയ ചെറിയ ചരൽ കല്ലുകളെക്കാളും അന്നും മലക്കുകൾ ഭൂമിയിൽ നിറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. കാലുക്കാൻ പോലും ഇടമില്ലാത്ത രീതിയിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ കൊണ്ട്, മലക്കുകളെ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മദൽ റസ്വാ. കല്ലുകളെക്കാൾ കൂടുതലായിരിക്കും മലക്കുകൾ ഭൂമിയിൽ നിറഞ്ഞിരിക്കുക. അപ്പൊ നമ്മളൊക്കെ മലക്കുകൾ കാല് വെച്ചിട്ടുണ്ടാവും. മലക്കുകളെ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുമെന്ന് അതിനവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പിന്നെന്താ അങ്ങനെ പ്രത്യേകത പറയാൻ കാരണം? 4 പ്രകാശങ്ങളുടെ സംഗമമാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ 4 പ്രകാശങ്ങളുടെ സംഗമവേദിയാണ്. അതായത് ഈ 4 പ്രകാശം നമ്മൾ പണ്ടേ പറയുന്ന ഏത് ഈ 4 പ്രകാശം. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ മനസ്സിലാക്കാൻ അല്ലേ ഒന്നും നമ്മൾ പറഞ്ഞ ശക്തമായ ചൂടില്ല, ശക്തമായ തണുപ്പുമില്ല. പിന്നെയോ സൂര്യന്റെ ചൂടിന് ശക്തി കുറവായിരിക്കും, പ്രഭാകിരണത്തിന് ശക്തി കുറവായിരിക്കും. അന്ന് മലക്കുകൾ കല്ലുകളെക്കാൾ കൂടുതൽ ഭൂമിയിൽ നിറഞ്ഞിരിക്കും. 4 പ്രകാശങ്ങളുടെ സംഗമവേദിയായിരിക്കും അന്ന്. ഏത് 4 പ്രകാശം? 4 പ്രകാശമാണ് പണ്ഡിതന്മാർ പറയുന്ന കാണാം. ലൈലത്തുൽ ഖദ്റിന്റെ ആ ഒരു അവസ്ഥ 4 പ്രകാശങ്ങളുടെ സംഗമവേദിയായിരിക്കും. അല്ലാഹു നൂറുസ് സമാവാതി വനൂറുൽ അർദ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് നൂറുൻ അലാ നൂർ. ഒന്നെന്താ? അല്ലാഹുവിന്റെ നൂറാനിയത്ത്. അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒന്ന് അല്ലാഹുവിന്റെ നൂറാനിയത്ത്. രണ്ടേതാ? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യമാണ്. മലക്കുകളുടെ സാന്നിധ്യം. അതിന്റെ നേതാവായ മഹാനായ സയ്യിദുൽ മലായിക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യം രണ്ടായി. മൂന്നാമത്തേതാണ്? മൂന്നാമത്തെ പ്രകാശമാകുന്നത് ഖുർആനാണ്. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ അവതീർണമായ മാസമല്ല ഈ മാസം. മൂന്നാമത്തെ പ്രകാശം, സംഗമവേദിയിലെ മൂന്നാമത്തെ പ്രകാശം, അത് അല്ലാഹുവിന്റെ കലാമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നാലാമത്തെ മർമ്മപ്രധാനമായ കാര്യമാണ്. എന്താ അല്ലാഹു ഖുർആനിൽ റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നത്? സിറാജൻ മുനീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത് കത്തി നിൽക്കുന്ന വിളക്കുമാടം പോലെയാണ് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 പ്രകാശത്തിന്റെ സംഗമവേദിയാണ്. അല്ലാഹുവിന്റെ നൂറ്, മറ്റൊന്ന് ജിബ്രീലിന്റെ നൂറ്, മറ്റൊന്ന് ഖുർആന്റെ നൂറ്, നാലാമത്തെ നൂറ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാകുന്നില്ലേ?
മനസ്സിലാക്കില്ലേ? അപ്പൊ 4 പ്രകാശങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആ 4 പ്രകാശത്തിന്റെ സംഗമവേദിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ അവസ്ഥയെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്താ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ രാവ് കിട്ടാൻ കാരണം പണ്ടേ കേൾക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു വിരലെത്തിക്കാം. പണ്ടേ നമ്മൾ കേൾക്കുന്ന ഒരു മഹാനുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചരിത്രം സഹാബത്തിന് പറഞ്ഞു കൊടുത്തിയ റസൂലുള്ളാഹിന്റെ മുമ്പെയാണ് ആ സംഭവം. റസൂലുള്ളാഹിന്റെ മുമ്പെയാണ് ആ സംഭവം. 1000 മാസത്തിനപ്പുറത്തേക്ക് അല്ലാഹുവിന്റെ ഇബാദത്ത് മാത്രം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനുണ്ട്, ശമ്മൂനുൽ ഗാസി റഹ്മത്തുള്ളാഹി അലൈഹി. ശമ്മൂനുൽ ഗാസി, ശമ്മൂനുൽ ഗാസിയുടെ പ്രത്യേകത എന്താ? അദ്ദേഹം എപ്പോഴും ആരാധനയിലാണ്, ഇബാദത്തിലാണ്. അത്രയും വലിയ ആരാധന ചെയ്യുന്ന, ഇബാദത്ത് എടുക്കുന്ന വലിയ മഹാനായ ഒരു മനുഷ്യനാണ് ശമ്മൂനുൽ ഗാസി എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പക്ഷേ എല്ലാത്തിനും ചതി, കെണികൾ, ശത്രുക്കൾ ഉണ്ടാകും. എല്ലാവർക്കും അദ്ദേഹത്തിനുമുണ്ട് ശത്രുക്കൾ, അദ്ദേഹത്തിനുമുണ്ട് എതിരാളികൾ. പക്ഷേ ഒരാൾക്കും നേർക്ക് നേരം നിന്ന് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ കഴിയാത്തില്ല. അത്രയും വലിയ ശക്തനായ മനുഷ്യൻ. ഒന്ന് ആരാധന കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിലാണ്, മറ്റൊന്ന് യോദ്ധാവാണ്, നല്ല യോദ്ധാവ്. ഒരാൾക്ക് മുമ്പിൽ നിന്ന് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അത്രയും വലിയ യോദ്ധാവായ മനുഷ്യൻ. അപ്പൊ ഇദ്ദേഹത്തിനെ കീഴ്പ്പെടുത്താൻ എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ആരോപണം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നല്ല വീക്ക്നെസ് ഉണ്ട്. എന്തെങ്കിലും തൊട്ട് കൊടുത്തതിന് അവളെ നമുക്ക് മറിയും, ഒറ്റുകൊടുക്കാൻ ആവശ്യമാണ്. അങ്ങനെ ഒരു പാതിരാവിന്റെ വേളയിൽ കുറച്ച് ആൾക്കാർ ഇല്ലാത്ത സമയത്ത് ഭാര്യയെ ഒന്ന് കാണുന്നു, ഓഫർ ചെയ്യുന്നു, നിങ്ങൾ ഒറ്റ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള മുഴുവൻ, എന്നെ അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള സമ്പാദ്യങ്ങൾ എല്ലാം ഓഫറാക്കുകയും. പെണ്ണിന്റെ ബുദ്ധിയല്ല ബുദ്ധി എല്ലാ പെണ്ണിനല്ലോട്ടോ നിങ്ങൾ മുമ്പിലിരിക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ കുറിച്ചല്ല. ചില പെണ്ണിന്റെ ബുദ്ധി അങ്ങനെയാണ്. അപ്പൊ അവളെങ്ങനെ കരുതി ഇയാളുടെ കൂടെ 24 മണിക്കൂറും ആരാധന. അപ്പൊ അതിന് നല്ല ഇങ്ങനെ ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള സ്വത്ത് കിട്ടുമെന്നുള്ള രീതിയിൽ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്ത് നിങ്ങൾ പോകും, നിങ്ങൾ രാത്രി അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വിളിക്കാം, മുമ്പിലെ ബേക്കിലെ ഡോർ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി അവൾ പറയുകയാണ്, എൻ്റെ ഭർത്താവിനെ പരാജയപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. പക്ഷെ വേറെ സംഗതി, കെട്ടിയിട്ട് കഴിഞ്ഞാൽ പരാജയപ്പെടുത്താൻ ഒരു കുറുക്ക് വഴി ഞാൻ പറഞ്ഞു തരാം, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പരാജയപ്പെടുത്താം. അപ്പോൾ അവർ ചോദിച്ചു, എന്ത് വേണം? അദ്ദേഹത്തിന്റെ തലയിൽ കിടക്കുന്ന മുടിയുണ്ടല്ലോ, നീണ്ട മുടിയാണ്, പഴയ മനുഷ്യന്മാരല്ലേ, നീണ്ട മുടിയുള്ളയാളാണ് ശമ്മൂനുൽ ഗാസി. ആ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വന്തം മുടിനാര് കൊണ്ട് അദ്ദേഹത്തെ ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ കഴിയൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത ചരിത്രമാണ്. സ്വന്തം മുടിനാര് കൊണ്ട് ബന്ധിച്ചു കഴിഞ്ഞാൽ അനങ്ങാൻ കഴിയൂല, അപ്പൊ നിങ്ങൾക്ക് കൊല്ലാൻ എളുപ്പമാണ് എന്ന് ഭാര്യയായ ചതിയച്ചിയായ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാണ്. അവർ പാതിരാവിന്റെ വേളയിൽ ആ ഭർത്താവ് ഉറങ്ങാൻ നേരത്ത് ആ പെണ്ണ് അതാ നല്ല മുടി കട്ട് ചെയ്യുകയാണ്. മുടി കട്ട് ചെയ്തിട്ട് ആ മുടി കൊണ്ട് സ്വന്തം ഭർത്താവിന് ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ 2 കാലുകളും 2 കൈകളും ബന്ധിക്കുകയാണ്. ബന്ധിച്ച് വളരെ ശക്തമായ രീതിയിൽ ബന്ധനപ്പെടുത്തിയതിനു ശേഷം ശത്രുക്കളെ വിളിക്കുകയാണ്. അവർ കൊടുവാളുമായി വന്ന് അദ്ദേഹത്തെ വല്ലാതെ വെട്ടി നുറുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രം പറയുന്നുണ്ട്, ശത്രുക്കൾ അങ്ങനെയാണ് അദ്ദേഹത്തെ വന്ന് കൊലപ്പെടുത്തുന്നത്. പക്ഷേ അല്ലാഹു കൊലപ്പെടുത്തിയിട്ടില്ല, അല്ലാഹു അദ്ദേഹത്തെ മരിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മരണം മുന്നിൽ കണ്ട മനുഷ്യനോട് അള്ളാഹ് ചോദിക്കുകയാണ്, ഇത് എന്റെ ഭാര്യ ചെയ്ത പ്രവർത്തനമാണ്, പണിയാണ്, ചതിയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ മനുഷ്യൻ തളർന്നു പോയത്. ശമ്മൂനുൽ ഗാസിയോട് അവസാനം ചോദിക്കുന്നത്, അല്ലാഹു എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി, എനിക്ക് വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവാം, എന്നിട്ടോ ഈ ശത്രുക്കൾ എനിക്ക് പരാജയപ്പെടുത്തണം, അത് കഴിഞ്ഞ് പിന്നെയും 1000 മാസത്തോളം എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹം പറയുകയാണ്. അതുകൊണ്ട് ആ ശമ്മൂനുൽ ഗാസിയുടെ ചരിത്രം പറയാൻ കാരണം
1000 മാസങ്ങളെക്കാൾ പവിത്രതയുള്ള ശംഊലുൽ ഗാസി 1000 മാസം കൊണ്ട് നേടിയെടുത്ത പവിത്രതയുണ്ടല്ലോ, ആ പരിശുദ്ധതയുണ്ടല്ലോ, ആ പരിശുദ്ധത, ആ പവിത്രത ഒരൊറ്റ നാവ് കൊണ്ടാണ് അല്ലാഹു ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്നത്. ഹബീബായ തങ്ങളുടെ ഉമ്മത്തിന് മാത്രം അല്ലാഹു നൽകിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഉറക്കിലാണ്, നമ്മളതിന് ഗൗരവത്തിലെടുക്കാതെ പോകുമ്പോഴാണ് പ്രശ്നം. ശമ്മൂനുൽ ആസിയോട് ചോദിച്ചപ്പോൾ ശമ്മൂനുൽ ആസി പറയുകയാണ്, എനിക്ക് തിരിച്ചു കൊണ്ടാ എന്റെ ജീവിതം. അല്ല തിരിച്ചു കൊടുക്കുകയാണ് ആ മഹാന്റെ ജീവിതം. എന്നിട്ട് കയ്യിൽ കിടക്കുന്ന ഒരു ഒട്ടകത്തിന്റെ എല്ലുണ്ട്, ഒട്ടകത്തിന്റെ ഒരു വാരിയല്ല്, ആ വാരിയല്ല് കൊണ്ടാണ് ശത്രുവിനെ അവിടെ നിന്ന് തോൽപ്പിച്ചെന്ന് മാത്രമല്ല എല്ലാവരെയും കീഴ്പ്പെടുത്തി അവസാനം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോ വീണ്ടും 1000 മാസത്തോളം അദ്ദേഹം അല്ലാഹുവിന് വേണ്ടി ജീവിച്ച മഹാനാണ്. ആ മഹാനുഭാവന്റെ ജീവിതത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ആ ശംഊലുൽ ആസിയോ ജീവിച്ച അത്രയും ബറക്കത്തെടുത്ത അല്ലെങ്കിൽ ആരാധന അനുഭവിക്കുക ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങൾ ഒരൊറ്റ രാവ് കൊണ്ടാണ് എന്ന് ഉമ്മത്തിന് നൽകപ്പെടുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശംഊലുൽ ആസി 1000 മാസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇബാദത്ത് ഒരൊറ്റ രാവുകൊണ്ടല്ലാഹു നൽകുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു പ്രവാചകൻ ഉമ്മത്തിന് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടോ? ഇല്ലേ ഇല്ല, കാണാൻ കഴിയൂല. വീടയില്ല, അതിന്റെ വീടയില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇല്ല, ഒരാൾക്കും ഇല്ല. ഉള്ളത് ഒരൊറ്റ പ്രവാചകന്റെ ഉമ്മത്തിന് മാത്രം, അത് കരടിന്റെ കഷ്ണമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമുക്കതിന്റെ വില അറിയില്ല എന്ന് മാത്രം. ആനന്റെ വലിപ്പറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കിയവരുണ്ടാകും, പക്ഷേ പലപ്പോഴും അതിനെ ഗൗനിക്കാതെ പോകുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. അല്ലാഹു അവരെ പിടിക്കുന്ന രംഗം വല്ലാത്ത ഭയാനകമായിട്ടായിരിക്കും അവർ പിടിക്കുക. ഇത്രയും എല്ലാ ദിവസങ്ങളും ഓഫറുകളും നമുക്ക് അതിനെ പിന്നെ ഗൗനിക്കാതെ പോയി കഴിഞ്ഞാൽ അവരെ പോലൊരു പരാജിത ലോകത്തില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്നത് രാവുകൾ പറഞ്ഞു. 21-ാം രാവ്, 22-3-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. അതിലേറ്റവും പ്രഭാതമായി കിടക്കുന്നത് 27-ാം രാവാണ്. ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത് 27-ാം രാവ് പ്രബലമായ അഭിപ്രായം, മറ്റുള്ള ഇല്ല എന്നല്ല അല്ലേ. ആ ലൈലത്തുൽ ഖദ്റിന്റെ വിശേഷണത്തെ കുറിച്ച് പറഞ്ഞു. അന്ന് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിശേഷത്തെ കുറിച്ച് പറഞ്ഞു. എന്താ ആ ലൈലത്തുൽ ഖദ്ർ മനസ്സിലാക്കാൻ? അന്ന് ചൂടില്ല, തണുപ്പുമില്ല, ഒരു നോർമലായിട്ടുള്ള, മാത്രമല്ല അല്ലേ, സൂര്യന്റെ കിരണങ്ങൾക്ക് പ്രകാശങ്ങൾക്ക് അന്ന് ശക്തി കുറവായിരിക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല 4 സംഗമ ഭൂമികയാണ്, 4 സംഗമ പ്രകാശങ്ങളുടെ സംഗമവേദിയായിരിക്കും. ഒന്നാമത് അല്ലാഹുവിന്റെ നൂറ്, മറ്റൊന്ന് മലക്കുകളുടെ പ്രകാശം, അതിന്റെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മൂന്നാമത് ഖുർആന്റെ പ്രകാശം, നാലാമത് സിറാജൻ മുനീറാ, കരളിന്റെ കാതലായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം. ഈ പ്രകാശത്തെ ഒരുമിച്ച് കൂടിയ ഒരു ദിവസമായിരിക്കും അന്ന് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെയുള്ള ഒരു സംഗമ വേദിയാണ്, ഈ പ്രകാശധാരണ സംഗമ ഭൂമിയാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എന്ത് തിരക്കാണെങ്കിലും വേണ്ടില്ല, എത്ര ക്ഷീണമാണെങ്കിലും വേണ്ടില്ല, പരമാവധി ആ ദിനരാത്രി നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിനോട് പറയണം, റബ്ബേ അന്നത്തെ രാവ് എന്നെ നീ കടത്തിക്കളയല്ല, തളർത്തിക്കളയല്ല, ക്ഷീണിപ്പിക്കല്ല. നമ്മളപ്പോൾ ദ്വാരക്കണം, എപ്പോഴും ദ്വാരക്കണം. അങ്ങനെ ദ്വാരം അവസാനത്തെ 10 മുഴുവനും ഹയാത്താക്കിയ അല്ലെ, ഹയാത്തുൽ ലൈല, ആ രാത്രി മുഴുവനും ഹയാത്താക്കിയ ഒരു നേതാവ് നമുക്ക്, ആ നേതാവിന്റെ പേരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ തങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പക്ഷേ തങ്ങൾ മറ്റുള്ളവർക്ക് റോൾ മോഡലാണ്, മാതൃകയാക്കലാണ്. തന്റെ അഹ്ലുകാർക്ക്, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളോടും പറഞ്ഞില്ലേ, ഇസ്തഗ്ഫിറൂ ഇന്നഹു കാന ഗഫാറാ. ഖുർആൻ ആയത്തിറങ്ങിയപ്പോഴല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഒരു തെറ്റും ചെയ്യാത്ത പൊന്നാര ഹബീബ് ദിവസവും 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട് എന്ന ഹദീസിൽ കാണാം. എന്താ ആവശ്യം? പക്ഷെ അല്ല, അത് നമുക്കൊരു പാഠമാണ്. നമ്മൾ ചെയ്യാൻ, ലോകത്തുള്ള അവരുടെ ഉമ്മത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ റൂഹ് പിടിക്കുന്ന സമയത്ത്. അതുകൊണ്ടല്ലേ റൂഹ് പിടിക്കുന്ന സമയത്ത് അസ്രായിലിനോട് ചോദിച്ചത്, അസ്രായിൽ എന്തൊരു വേദന ഇതിന്, എന്ത് വേദന ഇതിന്, നീ എങ്ങനെയാണ് പിടിക്കുന്നത്? അപ്പോഴല്ല അസ്രായിൽ പറഞ്ഞത്,
വെണ്ണയിൽ നിന്ന് നൂലെടുക്കുന്നത് പോലെ സ്വസ്ഥായിട്ട് വളരെ മാർദ്ദവമായിട്ടല്ലാതെ വളരെ കൂളായിട്ടാണ് അവിടുത്തെ റൂഹിനെ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അപ്പൊ എൻ്റെ ഉമ്മത്തിൻ്റെയോ മുൾവേലിയിൽ നിന്നും വസ്ത്രം വലിച്ചെടുക്കുന്നത് പോലെ അപ്പയാണ് അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോയത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പിടിക്കല്ലേ അസ്റായീൽ, എൻ്റെ ഉമ്മത്തിനോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞ ഹബീബായ തങ്ങള് അവസാനത്തെ രാവുകളിൽ മദീനത്തിൽ മസ്ജിദുൻ നബവിയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ജന്നത്തുൽ ബഖീയിൽ ഉണ്ടാകും. ആ ജന്നത്തുൽ ബഖീയിൽ വെച്ചിട്ട് ഹബീബായ തങ്ങൾ നമസ്കരിക്കലാണ്, അവിടുന്ന് ഖുർആൻ ഓതലാണ്, അവിടുന്ന് തസ്ബീഹ് ചെയ്യലാണ്, തംജീദ് ചെയ്യലാണ്, റബ്ബിനോട് ദുആരക്കലാണ്. പോരാ കൂടെയുള്ള കബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രവണതയുണ്ട്. എൻ്റെ നാട്ടിലെ പള്ളിക്കണ്ടി അറിയില്ലേ, ചകരകൾ പള്ളിക്കണ്ടിൽ എല്ലാ 26 നോമ്പ് 26 പരിപാടിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ അവിടെയാണ് മരണപ്പെട്ട് 37 കൊല്ലമായി. എനിക്ക് 3 വയസ്സുള്ള മരണപ്പെട്ട അള്ളാഹു പുറത്തുമാറാവട്ടെ. വലിയ ആലിമാണ്, ഒരുപാട് ഒരു തലമുറയുടെ സംസ്ഥാനം കൂടെ പറഞ്ഞ ഒരുപാട് തലമുറയുടെ ഉസ്താദാണ്. അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അപ്പോൾ ആ രാവിലെ ഏറ്റവും നമ്മൾ പള്ളിക്കണ്ടിയിലോ നമ്മൾ ഖബർസ്ഥാനത്ത് പോകാൻ കഴിയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ആ ദിവസം മക്കളെ മോനെ അല്ലെങ്കിൽ മക്കളുണ്ടാവും അല്ലേ, ഉസ്താദായിക്കോട്ടെ ഉസ്താദല്ലാത്തവരുണ്ടാവും, ആരും മക്കളെ അല്ലെങ്കിൽ ഭർത്താവ് മക്കളെ വിളിച്ചിട്ട് പറയണം, ഇതാ ഇങ്ങനെ പോകണം, ഉപ്പാപ്പ മരിച്ച ദിവസമാണ്, അല്ലെങ്കിൽ ഉപ്പാപ്പുണ്ട് അവിടെ കിടക്കുന്നു, ഉമ്മാമുണ്ട് അവിടെ കിടക്കുന്നു, ഉപ്പയുണ്ട് അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞ അവർ പറഞ്ഞയക്കണേ. ലൈലത്തുൽ രാവിലെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അവരെങ്ങനെ കാത്തിരിക്കുന്നവരാവും. നിങ്ങൾ ആലോചിക്കുക, നാളെ നമ്മളും മരിക്കും, എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. ആരോഗ്യത്തോടു കൂടി വിഷയത്തോടു കൂടി രോഗം, ഒരു കാര്യമില്ല, കൊളസ്ട്രോളില്ല, പ്രഷറില്ല, ഷുഗറില്ല, ഒന്നുമില്ല, ഒരു മെന്റാലിറ്റിക്ക് കുഴപ്പമില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാരെ പെട്ടെന്ന് പോയത്. റമദാൻ തൊട്ടു മുമ്പ് മഷൂർ സഖാഫി പോയില്ല, ഒരു കുഴപ്പമില്ലല്ലോ എന്ന പോലെ നാളെ നമ്മുടെ അവസ്ഥ എവിടെയെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. റബ്ബേ, മരിക്കുന്നതിലല്ല പേടി, മരണം ഹാദിറാകുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഈമാൻ തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിക്കുന്നതിലല്ല മരിക്കണം, ജീവിച്ചാൽ ഒരു ദിവസം മരിക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്ന് നീ പറഞ്ഞതാണ്, ഖുർആൻ പറഞ്ഞതാണ്. മരണം സുനിശ്ചിതമാണ്, ഉറപ്പാണ്. ഉമ്മമാരെ, മരണത്തിന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയൂല. അങ്ങനെ രക്ഷപ്പെടുമെങ്കിൽ, മരിക്കാതെ ജീവിക്കുമെങ്കിൽ, എന്നെന്നും ബാക്കിയാവുമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് ബാക്കിയാവണ്ടേ, അല്ലാഹുവിന്റെ ഹബീബ് ബാക്കിയാവണ്ടയോ? അതുകൊണ്ട് അതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് റബ്ബേ, നീ തന്ന ജീവിതമാണ്, നീ തന്നതാണ് ഈ ആരോഗ്യം, നീ തന്നതാണ് ഈ പ്രതാപം, എല്ലാം നീ എനിക്ക് തന്നതാണ്. മാത്രമല്ല ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ഗണിക്കപ്പെടുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞ കാണാം, ലൈലത്തുൽ ഖദ്റിന്റെ അന്നാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിൽ എല്ലാം എഴുതി വെക്കപ്പെടുന്നത്. ഞാൻ മുമ്പ് ക്ലാസ് മനസ്സിലായി, ആദ്യം അമ്മ ശ്രദ്ധിച്ചെന്തിനാ പേന പറഞ്ഞില്ലേ, എന്നിട്ട് അതിന് അല്ലേ, ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്താണ് എല്ലാ കാര്യങ്ങളും. പിന്നെ അതിനെ തട്ടപ്പെടുന്ന സ്ഥലപ്പെടാം, ദുആ കൊണ്ട് മാറ്റിമറിക്കപ്പെടും. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ റബ്ബിനോട് നല്ലോണം ദുആരക്കണേ ഹബീബായ റസൂലുള്ളാഹി. നമുക്ക് എന്തെല്ലാം അല്ലാഹു കണക്കാക്കി എന്ന് പറയാൻ കഴിയില്ല. അപകടമരണങ്ങളോ രോഗങ്ങളോ അല്ലെ വല്ല മുസീബത്തോ എന്താണ് അല്ലാഹു 40ാമത്തെ ദിവസം അല്ലെങ്കിൽ 4ാം നാൾ അല്ലാഹു എഴുതി വെച്ചത് പറയാനൊക്കൂല. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിനക്കറിയില്ല, എനിക്കറിയില്ല റബ്ബേ. ഈ മൂസയുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതന്നെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, ഇതന്നെയാണ് പ്രവാചകൻ ചോദിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഒരു ബോധം നമുക്ക് വേണം. അങ്ങനെയൊക്കെ മനസ്സിലാക്കി രാവിലെ ധന്യമാക്കാൻ എൻ്റെ ഉമ്മമാരെ സഹോദരിമാരെ ഒന്ന് ശ്രദ്ധിക്കണേ. അതിനെ കളങ്കപ്പെടുന്ന രീതിയിലേക്ക് ഒന്നും ചെയ്തു പോവല്ലേ. ആ രാവ് വന്നാൽ പരമാവധി മരണപ്പെട്ടു പോയവരൊക്കെ പള്ളിയിൽ എൻ്റെ മക്കളോട് ഞാൻ പറയും, മോനെ ഇരിക്കുമ്പോ സമയത്ത് മരണപ്പെട്ടു പോരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓത് മോനെ, ഓത് മക്കളെ എന്ന് പറയാറുണ്ട്. ഒരു ജുസ് ഒരു ദിവസം ഓതാൻ, ഒരു ദിവസം ഒരു 2 കള്ളാസ് ഓതിയാൽ മതി. 2 കള്ളാസ് ഒരു ഭക്തിന്, സുബഹിക്ക് 2 കള്ളാസ്, അതുപോലെ
സുബഹി കഴിഞ്ഞാൽ ളുഹുറിന് 2 കടലാസ്, അത് കഴിഞ്ഞാൽ അസറിന് 2 കടലാസ്, അത് കഴിഞ്ഞ് മഗ്‌രിബിന് പറ്റുമെങ്കിൽ 2 കടലാസ്, അത് കഴിഞ്ഞാൽ ഇശാഇന്, ഇങ്ങനെ 5 വക്തിയിലായിട്ട് 2 കടലാസ് ഓതി കഴിഞ്ഞാൽ ഒരു ജുസ്ഹാഖിനെ പെട്ടെന്ന് എളുപ്പത്തിൽ ഓതാൻ വേണ്ടിയാണ് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇതിനെങ്ങനെ പറയുന്നത്? നമ്മുടെ മക്കളാണ്. അവരായി ഇരിക്കുന്ന സമയത്ത് അതേ ബാക്കിയുണ്ടാവും. നാളെ നമ്മളൊക്കെ മരിച്ചാൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടവരാ അവരൊക്കെ. നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. അപ്പോൾ ഈ ദിവസം, ഈ മാസം മരണപ്പെട്ടവർ നമ്മുടെ സ്വന്തത്തിലായിക്കോട്ടെ ബന്ധത്തിലായിക്കോട്ടെ അവർക്ക് വേണ്ടി ഹത്തുമുകൾ കേൾക്കാൻ കഴിയണം. മുമ്പൊക്കെ പറഞ്ഞ നഫീസത്തുൽ മിസ്രിയ അല്ലേ, ഖബറിൽ ഇരുന്നുകൊണ്ട് എത്ര ഹത്ത് തീർത്തത്? 900 ഹത്ത്. എത്രയാ? 900 ഹത്ത് തൻ്റെ കൈ കൊണ്ട് കുഴിച്ച ഖബറിൽ നിന്ന് തീർത്ത് ഓതി തീർത്ത മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നമ്മൾ ഈ റമദാനായിട്ട് എത്ര ഹത്ത് ഓതിയിട്ടുണ്ടാവും? ഇതിലൊരു ഹത്ത് ഓതിയ ആൾക്കാരെന്താ കൈവൊക്കെ ഞാൻ കാണില്ലല്ലോ. ഓതിയ ആൾക്കാർ ആന്തോ ചില ആൾക്കാർ വായിന്ന് ഓതിയ 2 ഹത്തമായ ആൾക്കാർ ഇല്ല. 2 പരമാവധി ഹത്തും ഈ ഖുർആൻ എത്രത്തോളം ഒന്നും അത്രയും നമ്മുടെ ഖബറിൽ അത് സന്തോഷമായിരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റമദാൻ കഴിഞ്ഞാലും അവസരമുണ്ട്. റമദാനിൽ മാത്രമല്ല, റമദാൻ കഴിഞ്ഞാലും അത് ഓതാൻ ചാൻസ് ഉണ്ട്. റമദാനിൽ മാത്രമല്ലോ, റമദാനിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും റമദാൻ കഴിഞ്ഞാലും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായാലും ഇന്നത്തെ ലൈലത്തുൽ ഖദ്റിന്റെ വിഷയം ഒന്ന് കുറച്ച് സംബന്ധിച്ചു എന്ന് മാത്രം. ഇനി ഇന്നില്ല, നാളെ 25-ാം രാവാണ്, പിന്നെ 27-ാം രാവാണ്. ആ രാവുകൾ ഉമ്മമാരെ സഹോദരിമാരെ പരമാവധി റബ്ബിന്റെ പൊരുത്തത്തിലായി ധന്യമാക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണേ എന്ന് വളരെ വിനയത്തോടുകൂടി അറിയിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബേ, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ നീ പൊറുക്കണേ റഹ്മാനെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ചവരിൽ സാധുക്കളാൽ ഞങ്ങളെ ചേർത്തി തരണേ അല്ലാഹുവേ. അതിന് വല്ല അദബുകളും വന്നുപോയെങ്കിൽ അതൊക്കെ നീ പൊരുത്തപ്പെടണേ റഹ്മാനെ.